ഐതിഹ്യമാല അധ്യായം 5 ആധ്യാത്മ രാമായണം. ശ്രീ വാൽമീകി മഹർഷിയാൽ ഉണ്ടാക്കപ്പെട്ട ഗായത്രി രാമായണം, അത്ഭുത രാമായണം, ആനന്ദ രാമായണം മുതലായവയെ പോലെ ആധ്യാത്മ രാമായണവും ഒരു ഋഷിപ്രോക്തമായിട്ടുള്ളതല്ലെന്നാണ് വിചാരിക്കുന്നത്. ആധ്യാത്മ രാമായണത്തിൻ്റെ കവിതാരീതിയും മറ്റും കൊണ്ട് ഇത് മറ്റുള്ള രാമായണങ്ങളോട് വളരെ വ്യത്യസ്തപ്പെട്ടുമാണ് ഇരിക്കുന്നത്. ഋഷിപ്രോക്തങ്ങളായിട്ടുള്ള രാമായണങ്ങളിൽ ശ്രീരാമൻ വിഷ്ണു ഭഗവാന്റെ ഒരു അവതാരമാണെന്ന് തന്നെയാണ് പറയുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു നീതിമാനും ധീരോത്തന്മാരുമായ ഒരു രാജാവായിട്ടേ വെച്ചിട്ടുള്ളൂ. ആധ്യാത്മ രാമായണ കർത്താവ് ശ്രീരാമനെ ഒരു ഈശ്വരനായിട്ട് തന്നെയാണ് വർണ്ണിച്ച് കഥ വിസ്തരിക്കുന്നത്. ഈ വ്യത്യാസങ്ങളെ കൊണ്ട് ആധ്യാത്മ രാമായണം ഋഷിപ്രോക്തമല്ലെന്നുള്ള വാദം വാസ്തവം തന്നെയാണ്. എന്നാൽ ഈ ഗ്രന്ഥം ഉണ്ടാക്കിയതിനെക്കുറിച്ച് പഴമക്കാർ പറഞ്ഞു പോരുന്നത് താഴെ പറയുന്നു. വിഷ്ണു ഭക്തനായ ഒരു ബ്രാഹ്മണനാണ് രാമായണം ഉണ്ടാക്കിയത്. തൻ്റെ രാമായണത്തിൽ മറ്റുള്ള രാമായണങ്ങളെക്കാൾ ഭക്തിരസം ഉള്ളതിനാൽ ഇതിനെ ജനങ്ങൾ അധികം ആദരിക്കുകയും തന്നിമിത്തം ഇതിന് അധികം പ്രചാരം വരികയും ചെയ്യുമെന്നാണ് അദ്ദേഹം ആദ്യം വിചാരിച്ചിരുന്നത്. പക്ഷേ ഗ്രന്ഥം തീർന്നപ്പോൾ ഉണ്ടായ അനുഭവം വളരെ വ്യത്യാസപ്പെട്ടതായിരുന്നു. തൻ്റെ ഗ്രന്ഥം ഒന്ന് നോക്കണമെന്ന് പറഞ്ഞ് പല യോഗ്യന്മാരെയും അദ്ദേഹം സമീപിച്ചെങ്കിലും ആരും അതിനെ ലേശം പോലും ആദരിച്ചില്ല. എന്നു മാത്രമല്ല, ഋഷിപ്രോക്തങ്ങളായിട്ടുള്ള പല രാമായണങ്ങളും ഉള്ളപ്പോൾ ഈ വിഡ്ഢിയാൻ ഇതിനായി പുറപ്പെട്ടത് അത്ഭുതം തന്നെ. ഇതാരെങ്കിലും നോക്കുമോ എന്നും മറ്റു ചിലർ പരിഹസിക്കുകയും തുടങ്ങി. ഗ്രന്ഥത്തെ ആരും സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല, കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴേക്കും ജനങ്ങളുടെ പരിഹാസം അദ്ദേഹത്തിന് സഹിക്കവയ്യാതെയായി തീരുകയും അദ്ദേഹം സ്വദേശം വിട്ടു പോവുകയും ചെയ്തു. അങ്ങനെ അലഞ്ഞു നടന്ന ഈ ബ്രാഹ്മണൻ ഒരു ദിവസം മനുഷ്യ സഞ്ചാരമില്ലാതായ ഒരു കൊടുങ്കാട്ടിൽ ചെന്നു ചേർന്നു. നേരവും വൈകി. മനുഷ്യവാസമുള്ള സ്ഥലത്തെത്തുന്നതിന് അവിടെ നിന്ന് വളരെ ദൂരമുള്ളതിനാൽ ആ രാത്രി അവിടെ തന്നെ കഴിച്ചുകൂട്ടുകയാണെന്ന് തീർച്ചപ്പെടുത്തി. ആ വനാരന്തരങ്ങളിൽ ഊടുവഴികളുടെ അടുക്കലായിട്ട് ഒരു കുളവും ആൽത്തറയും കണ്ടു. കുളത്തിലിറങ്ങി കുളിച്ച് സന്ധ്യാവന്ധ്യാനാദികളും കഴിച്ച് ആ ആൽത്തറയിൽ തൻ്റെ രാമായണ ഗ്രന്ഥവും തലയ്ക്ക് വെച്ച് കിടന്നു. വിശപ്പും ദാഹവും വഴി നടന്നിട്ടുള്ള ക്ഷീണവും എല്ലാം കൂടി കിടന്ന ഉടനെ അദ്ദേഹം ഉറങ്ങിത്തുടങ്ങുകയും ചെയ്തു. പാതിരാത്രി കഴിഞ്ഞപ്പോൾ അവിടെ തേജോമയനായ ഒരു ദിവ്യപുരുഷൻ പ്രത്യക്ഷപ്പെട്ട് ആരാണ് ഇവിടെ വന്ന് കിടക്കുന്നത് എന്ന് ചോദിച്ചു. ഉടനെ ബ്രാഹ്മണൻ എണീറ്റിരുന്നു. അതിൻ്റെ ശേഷം തൻ്റെ വരുന്ന പ്രകാരം അവർ സംഭാഷണം തുടങ്ങി. ദിവ്യൻ പറഞ്ഞു, ഹേയ്, അങ്ങ് ആരാ? ഇവിടെ വന്ന് കിടക്കുന്നത് എന്തിനായിട്ടാണ്? ബ്രാഹ്മണൻ മറുപടി പറഞ്ഞു, ഞാനൊരു ബ്രാഹ്മണനാണ്. ഓരോരോ ദേശങ്ങളിൽ സഞ്ചരിച്ച് ഇന്ന് ദൈവഗത്യ ഇവിടെ വന്നു ചേർന്നു. മനുഷ്യരുള്ള ദിക്കിൽ എത്തുന്നതിന് നേരം മതിയാകാതെ വന്നതിനാൽ ഇവിടെ തന്നെ കിടന്നു എന്നേ ഉള്ളൂ. ദിവ്യൻ പറഞ്ഞു, അങ്ങയുടെ അടുക്കലിരിക്കുന്ന ഗ്രന്ഥം ഏതാണ്? ബ്രാഹ്മണൻ പറഞ്ഞു, അത് ഞാൻ പറഞ്ഞാൽ അവിടുന്ന് എന്നെ പരിഹസിക്കും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ദിവ്യൻ ചോദിച്ചു, ഏയ്, അതൊന്നുമില്ല, കേൾക്കട്ടെ, പറയൂ. ഇപ്രകാരം ആ ദിവ്യപുരുഷന്റെ വാക്ക് കേട്ടിട്ട് ബ്രാഹ്മണൻ ആ ഗ്രന്ഥം ഇതാ ഇന്നതാണെന്നും അത് നിമിത്തം തനിക്കുണ്ടായ ആക്ഷേപങ്ങളും എല്ലാം പറഞ്ഞ് കേൾപ്പിച്ചു. ഉടനെ ആ ദിവ്യപുരുഷൻ ബ്രാഹ്മണനോട് പറഞ്ഞു, ഇതിനെക്കുറിച്ച് അവിടുന്ന് ഒട്ടും വ്യസനിക്കേണ്ട, ഞാനൊരു കൗശലം പറഞ്ഞു തരാം. അതുപോലെ ചെയ്താൽ അങ്ങയുടെ ഈ ഗ്രന്ഥത്തെ എല്ലാവരും ആദരിക്കുന്നതിലും തന്നിമിത്തം ഗ്രന്ഥത്തിന് പ്രചാരം ചിന്തിക്കുന്നതിനും ഇടവരും. എന്തെന്നാൽ ഈ വരുന്ന ശിവരാത്രിയിൽ അങ്ങ് ഈ ഗ്രന്ഥവും കൊണ്ട് ഗോകർണത്ത് പോകണം. നേരം വൈകാറാകുമ്പോൾ കിഴക്കേ നടയിൽ പോയി നിന്നാൽ അസംഖ്യം ജനങ്ങൾ വരുന്ന കൂട്ടത്തിൽ തേജോന്മയനായ ഒരു ബ്രാഹ്മണൻ വരുന്നത് കാണാം. അദ്ദേഹത്തിൻ്റെ പിന്നാലെ 4 പട്ടികൾ കൂടി ഉണ്ടായിരിക്കും. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ ഗ്രന്ഥം കൊണ്ടു ചെന്ന് കൊടുത്ത് വിവരം പറയണം. എന്നാൽ അദ്ദേഹം ഇതിലേക്ക് നിവൃത്തി ഉണ്ടാക്കി തരും. ഇതാര് പറഞ്ഞു തന്നു എന്ന് ചോദിച്ചാൽ ഒന്നും പറയുകയും അരുത്. ഇപ്രകാരം പറഞ്ഞ ആ ദിവ്യപുരുഷൻ ഉടനെ അന്തർധാനം ചെയ്തു. ഈ ഉപദേശം ആ ബ്രാഹ്മണന് ഏറ്റവും സന്തോഷമായി എന്നുള്ളത് പറയേണ്ടതില്ലല്ലോ. അരുണോദയമായപ്പോൾ അവിടെ നിന്ന് പുറപ്പെട്ടു. പിന്നെ ഓരോരോ ദേശങ്ങളിൽ സഞ്ചരിച്ച് ക്രമേണ ശിവരാത്രി ആയപ്പോഴേക്കും ഗോകർണത്ത് ചെന്നു ചേർന്നു. നേരം വൈകാറായപ്പോൾ മുമ്പ് ആ ദിവ്യപുരുഷൻ പറഞ്ഞിരുന്നതുപോലെ ഒരു ബ്രാഹ്മണൻ വരുന്നത് കണ്ടു. ഗ്രന്ഥം അദ്ദേഹത്തിന്റെ കയ്യിൽ കൊണ്ടുചെന്ന് കൊടുത്ത് വിവരമെല്ലാം പറഞ്ഞു. ആ ബ്രാഹ്മണൻ ഇതെന്റെ കയ്യിൽ കൊണ്ടുവരുന്നിടത്ത് അങ്ങോട് ആരാണ് ചോദിച്ചത്, അങ്ങോട് ആരാണിത് പറഞ്ഞത് എന്ന് ചോദിച്ചു. ഗ്രന്ഥകർത്താവായ ബ്രാഹ്മണൻ ഒന്നും മിണ്ടാതെ നിന്നു. അപ്പോൾ ആ ബ്രാഹ്മണൻ, ആട്ടെ, ഇപ്പോൾ പറയണമെന്നില്ല, കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി. അങ്ങക്ക് ഈ ഉപായം പറഞ്ഞു തന്നയാൾ ഒരു ഗന്ധർവനാണ്. അവൻ ഇപ്രകാരം വ്യാജോപദേശം ചെയ്തിരിക്കുന്നതിനായി ഞാൻ അവനെ ശപിക്കുന്നു. അവനൊരു ശൂദ്രനായി ഭൂമിയിൽ ജനിക്കുവാൻ സംഗതിയാവട്ടെ.
ഇപ്രകാരം ശപിച്ചതിനു ശേഷം കയ്യിലുണ്ടായിരുന്ന കമണ്ടവങ്കിൽ നിന്ന് കുറെ വെള്ളമെടുത്ത് ഗ്രന്ഥത്തിന്മേൽ തളിച്ചു. ഗ്രന്ഥകർത്താവായ ബ്രാഹ്മണന്റെ കയ്യിൽ കൊടുത്തിട്ട്, ഇനി ഇതുകൊണ്ട് പൊയ്ക്കോളൂ. അങ്ങയുടെ മനസ്താപം തീരുന്നതിനും ഈ ഗ്രന്ഥം നിമിത്തം അങ്ങയ്ക്കുള്ള വളരെ ബഹുമാനമുണ്ടാക്കുന്നതിനും സംഗതിയാകുമെന്ന് പറഞ്ഞു. എന്നിട്ട് ക്ഷേത്രത്തിലേക്ക് കടന്നു പോവുകയും ചെയ്തു. അതിൻ്റെ ശേഷം ആധ്യാത്മ രാമായണത്തെപ്പറ്റി എല്ലാവരും ആദരിച്ച് പാരായണത്തിൽ ഉപയോഗപ്പെടുത്തിയതായും ഋഷിപ്രോക്തങ്ങളായ രാമായണത്തെക്കാൾ അതിന് പ്രചാരം സിദ്ധിക്കുകയും ചെയ്തു. ആധ്യാത്മ രാമായണ കർത്താവായ ബ്രാഹ്മണന് ആ ഉപായം പറഞ്ഞു കൊടുത്ത ഗന്ധർവനാണ് പിന്നെ ശൂദ്രനായി ഭൂമിയെങ്കിൽ തുഞ്ചത്തെഴുത്തച്ഛൻ എന്നുള്ള നാമധേയത്തോടുകൂടി അവതരിച്ചത്. എഴുത്തച്ഛന് ആധ്യാത്മ രാമായണത്തോടുള്ള മറ്റുള്ള രാമായണങ്ങളോടുള്ളതിലധികം പ്രതിപത്തി ഉണ്ടാകുന്നതിനും തൻ്റെ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന് ഈ തർജിമയ്ക്ക് ഈ മൂലത്തെ സ്വീകരിക്കുന്നതിനുമുള്ള കാരണവും മേൽപ്പറഞ്ഞ പ്രകാരം അദ്ദേഹത്തിന് അതിനോടുള്ള പൂർവ്വസംബന്ധമാകുന്നു. ഗോകർണത്ത് ശിവരാത്രി നാൾ 4 പട്ടികളോടുകൂടി വന്ന ആ ബ്രാഹ്മണൻ സാക്ഷാൽ വേദവ്യാസ മഹർഷിയായിരുന്നു. ആ 4 പട്ടികൾ 4 വേദങ്ങളുമായിരുന്നു. ആധ്യാത്മ രാമായണം മൂലം ഉണ്ടാക്കിയത് സാക്ഷാൽ വരരുചിയാണെന്നും ചിലർ പറയുന്നുണ്ട്.